എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇന്ന് രാത്രി ഏകദേശം ഒരു 9 മണിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനായിട്ട് vhscap.kerala.gov.in എന്ന ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ VHSC പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്യാപ്ച എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് നമ്പേഴ്സ് കാണാൻ പറ്റും, അതുകൂടി നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും, കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജൂൺ 5 അതായത് നാളെ രാവിലെ 10 മണി മുതൽ ജൂൺ 7-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റായിട്ട് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റ് 3, 4, 5 ഈ രീതിയിൽ വരുന്ന ഓപ്ഷൻസോ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ അടുത്ത ഹയർ ഓപ്ഷൻസ് ലഭിക്കുന്നതിനായിട്ട് ആ ഒരു സ്കൂളിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കാതെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നൽകി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതിനാണ് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയോ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഹയർ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസിൽ അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസ് റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഈ ഒരു പത്രക്കുറിപ്പ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം പ്രവേശനം ജൂൺ 5 മുതൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സിലേക്കുള്ള 1-ാം വർഷ ഏകജാല പ്രവേശനത്തിനായിട്ടുള്ള 1-ാം അലോട്ട്മെൻറ്റ് www.vhscportal.kerala.gov.in എന്ന അഡ്മിഷൻ വെബ്സൈറ്റിൽ ജൂൺ 5 മുതൽ പ്രവേശനം ലഭ്യമാകും വിധം പ്രസിദ്ധീകരിക്കും. അതായത് ഇന്ന് രാത്രിയോടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ, അതായത് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ മനസ്സിലാക്കാം. അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ആ ഒരു പേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പും അതുപോലെ തന്നെ മറ്റ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഫീസും സഹിതം വിദ്യാർത്ഥികൾ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ സ്ഥിരപ്രവേശനം അതായത് പെർമനൻറ്റ് അഡ്മിഷനും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട്, അതായത് താഴ്ന്ന ഓപ്ഷനിൽ കിട്ടുന്നവർക്ക് ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാനായിട്ട് കാത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് താൽക്കാലിക പ്രവേശനം നേടാം. ജൂൺ 5 മുതൽ ജൂൺ 9-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പ്രവേശനം നേടാൻ സാധിക്കുക. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂൺ 7-ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത് സ്ഥിരമായോ താൽക്കാലികമായിട്ടോ പ്രവേശനം നേടാതിരിക്കുകയാണെങ്കിൽ പ്രവേശന പ്രക്രിയയിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.